നിങ്ങൾ തോട്ടുമുഖത്തുകാരുടെ പ്രതിനിധിയായിട്ടാണ്. തോട്ടുമുഖത്തുകാർ മുഴുവൻ ആളുകളെയും ഞാൻ പറയുന്നില്ല, അവർക്ക് എന്റെ പ്രസംഗം മനസ്സിലാക്കാൻ കഴിയാതിരുന്ന അപൂർവം ചിലരുടെ പ്രതിനിധികളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തോട്ടുമുഖത്തുകാരെ ചോദിക്കുന്നതായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾ നേരത്തെ തന്നെ കെട്ടിയുണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പച്ചക്കളവ്, ഒരു പച്ച ജഹാലത്ത് വലാലത്ത് അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നത്. പക്ഷെ അത് ഇവിടം കൊണ്ടത് നടക്കൂല. ഇവിടെ നടക്കുന്നത് എന്റെ തോട്ടുമുഖത്തെ പ്രസംഗത്തെ വിശദീകരണമാണ്. ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കൽബിലേക്ക്, നിങ്ങളുടെ ചിന്തകളിലേക്ക് ഹിദായത്തിന്റെ ഒരംശം വിട്ടു തന്നാൽ ഒരംശം പോലും നിങ്ങൾ സ്വീകരിക്കൂല. കാരണം നിങ്ങളുടെ കൽബിലുള്ളത് കടുത്ത വലാലത്താണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയല്ല, തോട്ടുമുഖത്തുകാർക്ക് വേണ്ടിയാണ്. തോട്ടുമുഖത്തുകാരായ എന്റെ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, തോട്ടുമുഖത്ത് വച്ച് പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ ഞാൻ ഉന്നയിച്ച മുസ്ലിം സമുദായത്തിന് ഇന്ന് കടന്നുകൂടിയിട്ടുള്ള ചില അന്ധവിശ്വാസങ്ങള് അത് കടുത്ത വലാലത്താണെന്ന പ്രസംഗത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്റെ ഉന്നയിച്ച ആ ആരോപണങ്ങളെ അത് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു, ഇവിടെ നമ്മെ പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച, സ്വഹാബത്ത് പഠിപ്പിച്ച, താബിഈകളും തബീഉകളും നമ്മളെ പഠിപ്പിച്ച അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ആശയം, അതാണ് നമ്മുടെ ആദർശം. ഞാൻ അതൊന്നുകൂടി ആവർത്തിക്കുകയാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ആ ഹദീസ് കണ്ടിട്ടില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് കണ്ടിട്ടില്ലേ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മറ്റ് ഖുലഫാഉർ റാഷിദുകൾ ആരും തന്നെ ആ ഹദീസ് കണ്ടിട്ടില്ലേ? സഹാബാക്കളിൽ ആരും കണ്ടിട്ടില്ലേ? മദ്ഹബിന്റെ ഇമാമുകൾ ആരും തന്നെ കണ്ടിട്ടില്ലേ ആ ഹദീസ്? എന്നിട്ട് എന്തേ ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്ന് പണ്ഡിത ലോകം എഴുതി വയ്ക്കാതിരുന്നത്? മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് പോലും സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ കലിമാത്തിന് നിങ്ങൾ എന്തർത്ഥമാണ് പറയുന്നത്? ഈ മരിച്ചുപോയ മഹാത്മാക്കളാണ് അവിടെ കലിമാത്ത് എന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഹദീസ് അള്ളാഹുവിന്റെ ഖുർആനാണെന്ന് ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഇമാം റാസി പറഞ്ഞ ഏറ്റവും ദുർബലമായ തത്വചിന്തകരുടെ അഭിപ്രായമെന്ന് അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞ ആ അവസാനത്തെ വ്യാഖ്യാനം മാത്രം നിങ്ങളുടെ ആ വാദം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങളെടുത്ത് എല്ലാ സ്ഥലത്തും ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം സമർത്ഥിക്കുകയാണ്, അവിടെ കലിമാത്ത് എന്നതിന്റെ അർത്ഥം, കലിമാത്ത് എന്നത് അള്ളാഹുവിന്റെ കലാമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കലാമാണെന്ന് പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂല് ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ, ഓരൊറ്റ സൃഷ്ടിയോടും അള്ളാഹുവിന്റെ റസൂല് സഹായം തേടൂല, കാവൽ ചോദിക്കൂല. അതുകൊണ്ട് കലിമാത്ത് എന്നതിന്റെ അർത്ഥം അവിടെ ഖുർആൻ ആണ് എന്ന് അദ്ദേഹം സമർത്ഥിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയും മരിച്ചുപോയ മഹാത്മാക്കളാണ്, അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? അഊദു ബികലിമാത്തില്ലാഹി, മരിച്ചുപോയ മഹാത്മാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്താണ്? മിൻ ശർരി മാ ഖലഖ, അല്ലാഹു പടച്ച ഈ ലോകത്തുള്ള സർവനാശങ്ങളെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു. ആരോട്? മരിച്ചുപോയ മഹാത്മാക്കളോട്. എന്തൊരു ധിക്കാരമാണിത്! അള്ളാഹുവിന്റെ റസൂല് ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ, ഒരൊറ്റ സൃഷ്ടിയോടുപോലും അള്ളാന്റെ റസൂല് സഹായം തേടിയിട്ടില്ല എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസാണ് അതിന് തെളിവായി ഉദ്ധരിച്ചത്. ആ ഹദീസാണ് നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാനുള്ള, മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാനുള്ള തെളിവ് നിങ്ങൾക്ക് ഈ ഹദീസാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ റസൂല് ഒരു സൃഷ്ടിയോടും സഹായം തേടിയിട്ടില്ല എന്നതിന് തെളിവാണ്. കണ്ടോ, നിങ്ങൾ നേരായ പാതയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. നിങ്ങൾ ഇസ്ലാമിന്റെ മുസ്തഖീമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അതാണ് ഞാൻ എന്റെ തോട്ടുമുഖം പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത്. ഈ കടുത്ത വലാലത്ത്, ഈ കടുത്ത ശിർക്ക്, ഈ കുഫർ, അത് തൗഹീദാണ്, അത് ഹിദായത്താണ്, അത് മുസ്തഖീമായ മാർഗമാണ് എന്ന് തെളിയിക്കാൻ
സംസാരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുമായി സംവാദത്തിന് തയ്യാറാണ് എന്നാണ് ഞാൻ പ്രസംഗത്തിന്റെ അവസാന ഭാഗം പറഞ്ഞിരിക്കുന്നത്.